എന്റെ അമ്മജി. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. എന്റെ അമ്മജി. നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. അത് പറ. അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് മുമ്പ് 5-6 നല്ല ചോറ് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ആ, ഞാൻ പോട്ടെ. ശരി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ. ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. അല്ല, നീയാണോടെ ഈ ചക്രവാണി? ഞാൻ വിചാരിച്ച്. ശബ്ദിക്കരുത്, അദ്ദേഹം അകത്ത് പൂജയിലാണ്. ആര്? ചക്രവാണി അദ്ദേഹം. അല്ല, അപ്പൊ നീ അല്ലയോടെ ഈ ചക്രവാണി? കൈ ചക്രമില്ലാത്ത ഞാൻ എങ്ങനെ ചക്രവാണിയാകും? ഞാൻ ആര്, അദ്ദേഹം ആര്? അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ധന്യനാവാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യൻ മാത്രം. കൊള്ളാം, നീയാളെ ഒതുക്കി കിടന്നോ? ആട്ടെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വാങ്ങണം. അത് വാങ്ങാം, മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവുമല്ലോ. ഈ പെൻസിൽ ഓയിന്റ്മെന്റ് പോലത്തെ അല്ലേ ഇത്? അതല്ല, മുൻകൂട്ടി കാണാനുള്ള അനുവാദം. അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. എന്നാലേ നീ തന്നെ ഒന്ന് വാങ്ങിത്താ. അത് വാങ്ങാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എടപ്പള്ളി ചേട്ടന് അത് തരുന്നു. എന്തോന്ന്? അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. നാളെ കാലത്ത് 10 മണിക്ക്. ശരി, അപ്പൊ ഞാൻ പോയിട്ട് നാളെ കാലത്ത് 10 മണിക്ക് വരാം. അപ്പോഴേ നിന്റെ കൂട്ട് അലവലാതി കേസൊന്നും അല്ലല്ലോ അങ്ങേര്. അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാ മതി. ശരി, ഞാൻ പോയിട്ട് വരാം. അപ്പോഴേ നാളെ കാലത്ത് 10 മണിക്ക് അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വേണ്ടേ? പോകോ പോകോ. അണ്ണാ അണ്ണാ അണ്ണാ, ഒരു ഇര വലയെ കുടുങ്ങി. ആരാ? ആ ചായക്കടക്കാരൻ ഗോവിന്ദൻ നായർ നാളെ രാവിലെ 10 മണിക്ക് വരും. നീ ചെന്ന് അയാളെ പറ്റിയുള്ള എല്ലാ വിവരവും ശേഖരിച്ചിട്ട് വാ. ഞാൻ എല്ലാം ഡയറി എടുത്തോണ്ട് വരാം. ഇവനാരടാ? അയാളുടെ ഡയറിയിൽ വെറും ചായപ്പറ്റേ കാണത്തുള്ളൂ. എടാ, എല്ലാവരും ഡയറി എഴുതുന്ന സ്വഭാവക്കാരാണോടാ മരമണ്ട. എഴുതുന്നവരെ ഒതുക്കുക. എന്റെ കബഡി തവിട് പൊടിയാകും, തടി കേടാവുന്ന ഏർപ്പാടാണ്. അയ്യോടാ, കേടുവരാത്തൊരു തടി കണ്ടില്ലേ എന്റെ അപ്പോ. 10 കാശ് ഉണ്ടാക്കിയിട്ട് വേണം ഈ തടിയുടെ കേട് തീർത്തുന്നു പോളിഷ് ചെയ്യാൻ. നമ്മൾ രണ്ടുപേരും കൂടി ഒത്തു നിന്നാൽ നാട്ടുകാരെ പറ്റിച്ച് നമുക്ക് 10 കാശുണ്ടാക്കാം. അതുകൊണ്ട് നീ ഉടനെ പോയി എല്ലാ വിവരവും അറിഞ്ഞിട്ട് പോവാ. അതൊക്കെ കാണാതെ ഞാൻ കാണാപ്പാടം പഠിച്ചോളാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു.
ഗുഡ് നൈറ്റ്, സിറ്റ് ഡൗൺ. ഓക്കേ. അല്ല, ഞാൻ കഴിക്കില്ല. കമ്മിറ്റ്മെന്റ്സ്. ഓക്കേ. നിർബന്ധിച്ച കൗഴി. കാശ് ബാക്കി താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ. നമസ്തേ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം. ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക് മിൽക്ക് മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോ. നിന്റെ പോലീസ് പിടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ, ശരി തന്നെ? പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ്സുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. അറിയില്ലേ? ഇല്ല. നമ്മുടെ രാമനാരായണന്റെ പിന്നെയും വഴക്കായിരുന്നു. പിന്നെയും മേലി വിളിച്ചോ? പൊളിച്ചടുക്കി. ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. എസ് ഐയുടെ ഗമയല്ലേ. ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. പാലോ വിഷോ. നമസ്കാരം. സാറിന് നേരത്തെ ആണല്ലോ. ഒരു കേസിന്റെ കാര്യത്തിന് മങ്കൊമ്പ് വരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ. ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാ. 6 മാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ചു വിറ്റു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തരം കാണിക്കാവുന്നു. തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? ഓ, ഏമാനായിരുന്നോ? സലാമുണ്ട്. ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം. ഞാൻ സ്റ്റേഷനിലൊരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടൂ. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റ ചാട്ടം. എസ് ഐ ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ടുമടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാഭി നോക്കി ഒരൊറ്റ ചവിട്ടാ. ദേ കിടക്കുന്ന അവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ. എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല. ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടുകിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി. സ്വപ്പം മ്യൂസിക് കേൾക്കാം. എടാ ക്ഷുദ്രജീവി, നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. സാറിനെ പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി. ആഹാ, അങ്ങനങ്ങ് പോയാലോ? ഞാൻ നിന്നെ 1 മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക. എന്നെ മനസ്സിലായോ നിനക്ക്? വളരെ അപ്പ എങ്ക അപ്പ വടിവേല ആണ്ടവ മുറുക
காட்டிலே விளையாடி நடந்த மயிலை வலையில்லாம பிடித்து தீனும் தினையும் கொடுத்து நீரின் நெருப்பும் கொடுத்து பாச நேசம் கொடுத்து ஊரறியாம உலகறியாம அன்புக்கு பின்பு அன்பு படாம கண்டம் துண்டமா வெட்டி களத்தின போட்டு வாற்றிருந்தாக்கும் இது சுத்தமான மயிலெண்ணெய். இதில் மாயமில்லை, மந்திரமில்லை, கள்ளமில்லை. சர்க்கஸுகாரனுக்கும் அபியாசிகளுக்கும் மிகவும் தேவை. உங்க உடம்பில் எலும்புகள் பிளாஸ்டிக் மாதிரி வளைவதற்கு சுத்தமான மயிலெண்ணெய் தேவை. மயிலெண்ணெய், இது மயிலெண்ணெய். முருகாவும் மயிலை கொன்று விட்டான் ஆண்டவா. ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന ലാട്ട് ഖാലിയാക്കൽ. ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, താണിക്ക, കണവണാക്ക്, എടംപുറി, വളംപുറി, കടുക്ക, രക്തസന്തളം ഇവയെല്ലാം കൂടി സമം ചേർത്ത് മഷിപോൽ അരച്ച് വെറ്റില നീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെടിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്കെല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ്. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന 1 മണിക്കൂർ നേരത്തേക്ക് മാത്രം. മാതളത്തൊലി പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ. 1-2 രൂപയുടെ തുണിയല്ല, 2000 രൂപയുടെ തുണിയാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റാൻ പണം കൊടുത്തത്. എന്റെ ജോലിയും പോയി. ഈ കോമാളി വേഷത്തിൽ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ. ഇത് കോമാളി വേഷമാണോ ഏട്ടാ? പിടിവിട്, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ടടാ. എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. പിടിവിട്, ഞാൻ തരാം. സംഗതി അൽക്കുലത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. ചേട്ടന്റെ രൂപ ഞാനിപ്പൊ തരും. അടുത്ത പൂരത്തിന് തരും. ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല. അയ്യോ, നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? കുളത്തി മുങ്ങിയാ കിണറ്റി പൊങ്ങുന്നവനാ. ആര് ചേട്ടനാ? അല്ല നീ. ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. ഒരവധി കൂടി തരണം. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. ഇതെന്റെ മദറിന്റെ ബർത്ത് പ്ലേസ് ആണ്. തോന്നിക്കഥ. രൂപയില്ലെങ്കിൽ പെട്ടിയിൽ എന്താടാ? പെട്ടിയിൽ എന്താണെന്ന് ചേട്ടൻ അറിയണം. അറിയണ്ട. അയ്യോ, നാട്ടുകാരെ നോക്കിയെല്ലാം പോയി. അയ്യോ, എന്താ പൂടപ്പിരിയൻ? സോറി മാഡം, ഇപ്പൊ ഇറങ്ങിപ്പോയ ഗ്ലൗസ് ആരാ? He is the physical director of this school. ഓ, ഹീസ് അണ്ടർ മീ. No, you are under him. ഞാൻ അയാളുടെ താഴെയോ? അപ്പൊ എന്റെ സീനിയോറിറ്റി? Mr. Vattoli, think before you talk. ആ ഗേറ്റിലിരിക്കുന്ന വാച്ച്മാൻ എന്നെക്കാൾ സീനിയറാ എന്ന് വെച്ച് അയാൾ എവിടുത്തെ പ്രിൻസിപ്പൾ ആക്കാൻ പറ്റുമോ? മാഡം പ്ലീസ്, ഞാനൊരു ഐഡിയ പറയട്ടെ. എന്നെ ഫിസിക്കൽ ഡയറക്ടർ ആക്കൂ, അയാൾ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ. നോ, സ്കൂൾ വളരുന്ന അനുസരിച്ച് പുതിയ സെറ്റപ്പുകൾ ഉണ്ടാവും. ഓഹോ, മാഡം പുതിയ സ്കൂൾ തുടങ്ങുന്നുണ്ടോ? സവായി പാർട്ട് 2 ഉറപ്പായി ഒളിമ്പിയൻ എനിക്ക് പാരയാവും. വട്ടോളി, യെസ്, ഇത് നമ്മുടെ സ്കൂളിന്റെ അറിയാം. ഇദ്ദേഹത്തിന് വട്ടോളിന്റെ അടുത്ത മുറി ഞാന് ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ തുമ്പോളി, പയ്യോളി, തച്ചോളി എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ആണോ ഈ വട്ടോളി? അതെന്റെ കുടുംബ പേരാണ്. ഞങ്ങൾ പുരുഷന്മാരെയൊക്കെ കുടുംബ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒറിജിനൽ പേര്? വട്ടോളി കുമ്പ്. കുമ്പോ? കുമ്പനാട് യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് വെച്ചോ? എനിക്കും ഒരു സംശയം. ഈ ഒളിമ്പ്യൻ എന്നുള്ള തന്റെ കുടുംബ പേരാണോ? എന്റെ അപ്പന്റെ പേരാ. അപ്പൊ കുടുംബ പേര് ഔസേപ്പച്ചൻ. ഔസേപ്പിന്റെ ഇടവക മൊത്തം ഇങ്ങി പോന്നു. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. പെട്ടികളുടെ എണ്ണം കണ്ട് ചോദിച്ചതാ. മിസ്റ്റർ വട്ടോളി സാറിന്റെ റൂം ഏതാണ്? അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ മുറി അവിടെ. അപ്പൊ ഞാനാ?
You are only a physical education instructor under me. Under where? ഈ പെട്ടി മുഴുവൻ അണ്ടർവെയർ. Don't make me a fool. Don't ask foolish questions, okay? Olympia, Olympia. അവിടെ വെച്ചോളൂ. ഓക്കെ. താങ്ക് യു സർ. അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞോടോ? ആയി വരുന്നു. ഒളിമ്പിക്സിന് കപ്പൊന്നും കിട്ടിയില്ല. കൊളാമ്പിയ കിട്ടിയുള്ളൂ. ഈ കോപ്പ് തലകുത്തി എന്നാണ് അറിയുന്നത്. അല്ല, തലകുത്തി വെച്ചിരിക്കുക. സോറി. ഞാൻ ഫ്ലൂട്ടിന്റെ ആളാ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഇത് വൈഫാ? ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഷൈനി എബ്രഹാം. ഓ, നമ്മുടെ ഐറ്റം അല്ലേ? മനസ്സിലായില്ല. ഓട്ടം. എന്റേത് ഫുട്ബോൾ. സ്മാൾ. ഓ, സോറി. Really, I'm very, very sorry. It's all right. ആഹാ, കൊള്ളാമല്ലോ. ഇതെന്നാ പശയാ? ഇത് കോക്സ് ഫെറ. ഫോറിനാണോ? ഫ്രാൻസ്. വേറെന്തിനൊക്കെ കൊള്ളാം? പല്ല് തേക്കാൻ കൊള്ളാം. ഒന്നാക്കി. ഇതെന്താ സ്മൈർനോഫ്? സ്മിർനോഫ്. തീ തൈലം, റഷ്യൻ വോഡ്ക. എന്താ ഒന്ന് പഠിപ്പിക്കുന്നോ? നിർബന്ധിക്കണം. ശരി, നിർബന്ധിച്ചിരിക്കുന്നു. അതുണ്ട്. ഓ, കൂടുതലാവും. ഹേയ്, പടയപ്പാ. എന്താ വട്ടോളി, തീ അങ്ങോട്ട് എരിഞ്ഞ് കേറുന്നുണ്ടല്ലേ? ഉണ്ടോന്ന് ഞാനിപ്പോ പറയാം. വരുത്ത പന്തി പരട്ട നായെ, എന്തുവാണ് എന്റെ വീഞ്ഞപ്പെട്ടിയിൽ 5 ഉണ്ട വളയൻ? നിന്റെ അപ്പ സർക്കസിലായിരുന്നു. അയക്ക് വളയത്തിൽ കൂടെ ചാട്ടമായിരുന്നു. എന്താ വട്ടോളി? ഉണ്ട ബാൾ. നിന്റെ മുതുകത്യം തെങ്ങേറും. ഞാനാണെന്നാ നിന്റെ വിചാരം? വട്ടോളിയോട് കളിക്കരുത്. 24 മണിക്കൂറിൽ നീ സ്ഥലം വിട്ടോണം പറഞ്ഞേക്കാം. വട്ടോളി, ഞാൻ വാക്ക് തരുന്നു. നാളെ വെട്ടം വീഴുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടോളാം. ഒന്നുകൂടെ അടിക്കേ. അടുപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അയ്യോ, ഒളിമ്പി പറ്റിച്ചോ? വട്ടോളി ഒന്ന് വിട്ടാ മതി, തുണി പറിക്കും. പിന്നെ കൊടുത്തവനിട്ട് അടുത്ത നിമിഷം തെറിയ. എന്റെ ഒപ്പം കുറഞ്ഞൂനറിയോ നീ? കേരളം കണ്ട കരിമരുന്ന് കലാപ്രതിഭ. ഒരമ്പട്ടിലേ കൂട ഉണ്ടവളയത്തില ചാട്ടമല്ല. എന്റെ ഒപ്പം കുറച്ചുകൂടി പിടിക്കട്ടെ. അവനെ ഇവിടെ തുരത്തണം. നാളെ തന്നെ അവനെ തുരത്തിക്കളയാം. കിടന്നോ. ഗ്ലാസ് ചേർത്താൻ കയറിയോ? കാര്യം പാലം. പാലോ? പുഴയിലൊരു പാലം പണിയാൻ. വെറുതെ ഒപ്പിടാൻ കിട്ടുപിള്ളേ കിട്ടത്തില്ല. എടോ, ഇത് പൊതുക്കാര്യമാണ്. എന്റെ സ്വന്തം കാര്യമായാലും കൊള്ളാം. ഒപ്പിടണോ? കിട്ടും. കേട്ടോ? ഈ കാര്യത്തിൽ കിട്ടുപിള്ളയുടെ ഒപ്പ് അത്യാവശ്യമാണ്. എടോ കുഷ്ടപിള്ളേ, ഇത് പാലം പണിയാനുള്ളതല്ല. തന്റെ ഗോപി സാറിനെ സ്ഥലം മാറ്റാനുള്ള അപേക്ഷ. താൻ അയാളുടെ ചിങ്കിടിയാണല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്നാലേ ഞാനത് ഒപ്പിട്ടിട്ടില്ല. കണ്ണു തുറന്ന് കടലാസ് നോക്ക. ഒപ്പിട്ടത് ഏതോ ഒരു കൃഷ്ണൻകുട്ടിയാ. എടാ, ഞാൻ പിയൂണാണെങ്കിലും എനിക്ക് ഉണ്ടടാ കുറച്ചൊക്കെ വിവരം. ഞാൻ നീ അന്നേരം ചോദിച്ചേ ഉള്ളൂ.